ത്രിയേക ദൈവത്തിന് സ്തുതി. നിങ്ങൾക്കേവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. തടസ്സങ്ങളില്ലാത്ത സുഗമമായ ഒരു ജീവിതം ആഗ്രഹിച്ചിട്ടും പ്രതിസന്ധികൾ മാത്രം മുന്നിൽ വരുമ്പോൾ എല്ലാം മതിയാക്കി ഓടിപ്പോകാൻ നമുക്ക് തോന്നാറുണ്ടോ? കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ഒഴിവുകഴിവുകളെ പൂർണ്ണമായി തകർത്തെറിഞ്ഞ് കഠിനമായ അച്ചടക്കത്തിലൂടെ ജീവിതത്തിൽ ഒരു അജയ്യമായ വിജയം നേടിയെടുക്കാം എന്ന് പഠിപ്പിക്കുന്ന ശക്തമായ വചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. വിശുദ്ധ മത്തായി 16:24 വചനം ഇപ്രകാരമാണ്: പിന്നെ യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്, ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കഷ്ടപ്പാടുകളെ കണ്ട് ഒളിച്ചോടുകയല്ല, അവയെ ധൈര്യത്തോടെ ഏറ്റെടുത്തുകൊണ്ട് എങ്ങനെ മുന്നേറണം എന്ന് പഠിപ്പിക്കുന്ന ഒരു വചനമാണ് ഇത്. ഫിലിപ്പിൻ്റെ കൈസരിയ എന്ന പ്രദേശത്ത് വെച്ച് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ഒരു പ്രത്യേക നിമിഷമാണ് ഇത്. യേശു വലിയൊരു രാജാവാകാൻ പോവുകയാണെന്ന് കരുതി ഈ ലോകത്തെ വലിയ പദവികൾ സ്വപ്നം കണ്ടിരുന്ന ശിഷ്യന്മാർ താൻ കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും എന്നറിഞ്ഞപ്പോൾ അവർ തളർന്നുപോയി. പത്രോസ് യേശുവിനെ തടയാൻ ശ്രമിച്ച ആ നിമിഷത്തിലാണ് യേശു കർത്താവ് തിരിഞ്ഞു നിന്ന് ഈ 24-ാം വചനം പ്രഖ്യാപിക്കുന്നത്. യേശു അരുളി ചെയ്തു, ഭാരമില്ലാത്ത ഒരു എളുപ്പ വഴി സ്വപ്നം കണ്ട് ആരും എൻ്റെ പിന്നാലെ വരേണ്ടതില്ല. വലിയൊരു ലക്ഷ്യത്തിലേക്ക് നടക്കണമെങ്കിൽ നിങ്ങളുടെ സ്വാർത്ഥതകളെ ഉപേക്ഷിക്കാനും നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുടെ ഭാരം ചുമക്കാനും നിങ്ങൾ തയ്യാറാകണം. കർത്താവ് പറഞ്ഞു, ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ യേശുവിനെ അനുഗമിക്കുക എന്നത് നമ്മുടെ ഒരു തീരുമാനമാണ്. അതെ, നമ്മുടേത് മാത്രമാണ് ആ തീരുമാനം. അവൻ ആരെയും നിർബന്ധിക്കുന്നില്ല. അത് ഒരു സ്നേഹപൂർവമായ ഒരു ക്ഷണമാണ്. യേശുവിനെ അനുഗമിക്കുന്ന ഒരു ഞായറാഴ്ചയിലെ ആരാധനയ്ക്ക് മാത്രമല്ല, അത് എല്ലാ ദിവസവും നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ്. യേശു പറയുന്നു, തന്നെത്താൻ ത്യജിക്കുക എന്നതിൻ്റെ അർത്ഥം നമ്മെ വെറുക്കുക എന്നല്ല. ഇതിൻ്റെ അർത്ഥം നമ്മുടെ സ്വാർത്ഥതകൾ ഉപേക്ഷിക്കുക, അനാവശ്യ ഭയങ്ങൾ വിടുക, താൽക്കാലിക സുഖഭോഗങ്ങൾക്ക് പിന്നാലെയുള്ള ഓട്ടം നിർത്തുക എന്നൊക്കെയാണ്. കൂടാതെ അഹങ്കാരം ഉപേക്ഷിക്കുക, സ്വാർത്ഥത വിട്ടുകളയുക, പാപത്തിൽ നിന്ന് പൂർണ്ണമായും പിന്തിരിയുക, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രഥമ സ്ഥാനം നൽകുക. കർത്താവ് അടുത്തതായി പറയുന്നു, തൻ്റെ ക്രൂശും എടുത്തുകൊണ്ട്. ആ കാലത്ത് ക്രൂശ് എന്നത് വേദനയുടെയും ത്യാഗത്തിൻ്റെയും പ്രതീകമായിരുന്നു. ക്രൂശ് എന്നത് നമ്മുടെ ജീവിതത്തിലെ കഠിനമായ അധ്വാനങ്ങളുടെയും നമ്മുടെ ഉത്തരവാദിത്തങ്ങളുടെയും നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെയുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്ന് ക്രൂശ് എടുക്കുക എന്നതിൻ്റെ അർത്ഥം സത്യത്തിനു വേണ്ടി നിലകൊള്ളുക, കഷ്ടതകളിലും വിശ്വാസം കൈവിടാതിരിക്കുക, മറ്റുള്ളവരോട് ക്ഷമിക്കുക, സ്നേഹത്തോടെ ജീവിക്കുക, ദൈവത്തോടുള്ള വിശ്വസ്തത നിലനിർത്തുക എന്നിവയാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ യേശുവിനെ ഉപേക്ഷിക്കുന്നതല്ല, യേശുവിനോടൊപ്പം ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ ക്രൂശ് വഹിക്കൽ. പ്രശ്നങ്ങളെ കണ്ട് പരാതി പറയാതെ അവയെ ഒരു വെല്ലുവിളിയായി ഏറ്റെടുക്കുക. നമ്മുടെ പ്രവൃത്തിയുടെ ഫലം ചുമക്കാൻ നാം തയ്യാറാകുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സ് ശക്തമായി മാറുന്നത്. അവൻ്റെ വഴിയിൽ അച്ചടക്കത്തോടെ നടക്കുന്ന ഒരു വ്യക്തിയെയും അവൻ തളർത്താൻ ഈ ലോകത്തിൽ ഒരു തടസ്സത്തിനും സാധിക്കുകയില്ല. നമ്മുടെ ക്രൂശുകൾ ധൈര്യത്തോടെ ഏറ്റെടുക്കുക, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. വിജയം നമ്മുടെ ഉറപ്പാണ്. കർത്താവിനെ അനുഗമിക്കുക എന്നുള്ളത് എളുപ്പ വഴി ആയിരിക്കണമെന്നില്ല, എന്നാൽ അത് നിത്യ ജീവിതത്തിലേക്കുള്ള ഏറ്റവും മഹത്തായ ഒരു വഴിയാണ്. ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം, ഞാൻ യേശുവിനെ യഥാർത്ഥത്തിൽ അനുഗമിക്കുന്നുണ്ട്? പ്രതിസന്ധികളിലും ഞാൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്? നമുക്ക് എല്ലാ ദിവസവും നമ്മുടെ ഹൃദയം കർത്താവിലേക്ക് സമർപ്പിക്കാം. തന്നെത്താൻ ത്യജിച്ച് നമ്മുടെ ക്രൂശ് എടുത്ത് ധൈര്യത്തോടെയും വിശ്വാസത്തോടെയും യേശുവിനെ അനുഗമിക്കാം. കാരണം യേശുവിനോടൊപ്പം നടക്കുന്ന ജീവിതം ഒരിക്കലും പരാജയപ്പെടുകയില്ല. കർത്താവ് നമ്മെ വിശ്വാസത്തിലും സമർപ്പണത്തിലും ആത്മീയ ശക്തിയിലും എന്നും നിറയ്ക്കും. കർത്താവ് നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.